അവർ കോടതിയിൽ നിന്ന് ഇറങ്ങുമ്പോൾ നിധി സുധിയോട് ചോദിക്കും, എന്തിനാ നമ്മൾ പ്രേമിച്ച് കല്യാണം കഴിച്ചതാണെന്നൊക്കെ അവിടെ പറയാൻ പോയത്. സുധി ചോദിക്കും, അല്ലാതെ പിന്നെ അറേഞ്ച് മാരേജ് ആണെന്ന് പറയണം. എന്നിട്ട് വേണം ആ കങ്കാരു മാനനഷ്ടത്തിന് കേസ് കൊടുക്കാൻ. നമ്മുടെ കല്യാണം നടത്തി തന്ന പോലീസുകാരെ വരെ ബാധിക്കുന്നത്. ഒരിക്കലും പ്രേമിച്ചതുകൊണ്ട് ഡിവോഴ്സൊന്നും കിട്ടാതിരിക്കില്ലല്ലോ. നിധി പറയും, അത് ശരിയാ, ഞാൻ അത്രയ്ക്ക് അങ്ങ് ആലോചിച്ചില്ല. അപ്പോൾ ചില കാര്യങ്ങൾക്കൊക്കെ കുറച്ച് ബുദ്ധിയുണ്ടല്ലേ. സുധി മനസ്സ് പറയും, നല്ല കാഞ്ഞ ബുദ്ധിയുള്ളതുകൊണ്ടാ നീ ഇപ്പോഴും എൻ്റെ കൂടെ ഉള്ളത്. ഇനി അങ്ങോട്ടും അങ്ങനെ തന്നെ ആയിരിക്കും. നിധി പറയും, നമുക്കെന്തെങ്കിലും കഴിച്ചാലോ. അവർ കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ നിധി പറയും, ഡിവോഴ്സ് കഴിഞ്ഞാൽ ഞാൻ സുധിക്ക് ഒരു ഉഗ്രം പാർട്ടി തരുന്നുണ്ട്. അത് കേൾക്കുമ്പോൾ തന്നെ സുധിക്ക് തരിപ്പ് പോവും. നിധിക്ക് എന്തു പറ്റി? ഒരു സ്റ്റാർ ഹോട്ടലിൽ നിന്ന് ഒരു ഉഗ്രം ഡിന്നർ. സുധിക്ക് എന്തിന്? ഞാനായിട്ട് സുധീഷിനെ ഇങ്ങനെ ഒരു പ്രശ്നത്തിൽ കുടിക്കിയതല്ലേ. ഡിവോഴ്സ് കിട്ടിയാൽ ഫ്രീ ആവും. അപ്പോൾ ഒരു ട്രീറ്റ് ഒന്ന് ഹാപ്പി ആക്കേണ്ടത് എൻ്റെ ഉത്തരവാദിത്തമല്ലേ. സുധി ഇങ്ങനെ മനസ്സ് പറയും, ഇത് എന്ത് സാധനമാണ്, എൻ്റെ ഫീലിങ്സ് എന്താണെന്ന് ഇവർക്ക് മനസ്സിലാവുന്നില്ലല്ലോ. നിധി പറയും, ആലോചിക്കുമ്പോൾ ചെറിയൊരു വിഷമമുണ്ട്. സുധിക്ക് എന്ത് വിഷമം? നിങ്ങൾക്ക് കല്യാണം ആലോചിക്കുമ്പോൾ ഇനി സെക്കൻഡ് മാരേജ് ആണെന്ന് പറയുമല്ലോ, അതാലോചിക്കുമ്പോൾ ഒരു സങ്കടം. സുധി പറയും, അത് സാരമില്ല മാഡം, ഞാനിനി പെണ്ണ് കാണാൻ പോകുമ്പോൾ എൻ്റെ കൂടെ നിങ്ങളും വന്നാൽ മതി. എന്നിട്ട് ഞങ്ങൾ തമ്മിൽ നടന്നത് കല്യാണമല്ല, ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് കല്യാണമാണെന്ന് പെണ്ണിനെ പറഞ്ഞ് മനസ്സിലാക്കിയാൽ മതി. നിധി പറയും, അത് ശരിയാ, ഞാൻ വരാം. സുധീഷ് പപ്സ് വന്നുകൊണ്ടിരിക്കുമ്പോൾ മുഖത്താവും. നിധി പറയും, ദേ മുഖത്ത് പപ്സിൻ്റെ പൊടി. സുധി തട്ടുമ്പോൾ അത് പോകുന്നില്ല. നിധി അവിടെ നിന്നൊരു ടിഷ്യൂ എടുത്തിട്ട് അത് തട്ടിക്കൊടുക്കുകയാണ്. സുധിക്ക് എന്തെന്നില്ലാത്തൊരു സന്തോഷം തോന്നും. സുധി പപ്സ് മുഖത്താകുന്ന രീതിയിൽ പിന്നെയും കഴിക്കുകയാണ്. എന്നിട്ട് നിധിയോട് ചോദിക്കും, എന്തേ മുഖത്ത് ഇനിയും ആയോ? എന്നിട്ട് ടിഷ്യൂ എടുത്തിട്ട് നിധിയുടെ കയ്യിലേക്ക് കൊടുക്കും. നിധി പറയും, കയ്യെത്തുന്ന സ്ഥലമല്ലേ, ഒറ്റയ്ക്ക് അങ്ങ് തുടച്ചാൽ മതി. സുധി പറയും, പിരിഞ്ഞിട്ട് ഇത്ര സന്തോഷത്തോടെ ഭക്ഷണം കഴിക്കുന്ന കപ്പിള് നമ്മൾ മാത്രമായിരിക്കുമല്ലേ. നിധി ചോദിക്കും, കപ്പിളോ? സുധി പറയും, അങ്ങനെയല്ലേ. നിധി പറയും, അതിനൊരു കാരണമുണ്ട്. നമ്മൾ രണ്ടുപേരും ഭാര്യ ഭർത്താക്കന്മാരായിട്ട് പരിഗണിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ പിരിയുമ്പോൾ അങ്ങനെ ഒരു വിഷമോ സങ്കടമോ ഒന്നുമില്ല. നിധി പറയും, ഉള്ളു തുറന്ന് സ്നേഹിച്ചൊരു പിരിയാന്ന് പറയുന്നത് വലിയ കഷ്ടമാണല്ലേ. സുധി പറയും, അതിനേക്കാൾ കഷ്ടം സ്നേഹം തിരിച്ചറിയാതെ പിരിയുന്നവരാ. നിധി പറയും, എന്തോ എനിക്കറിയില്ല, ഇനി എത്ര തവണ ഈ കൗൺസിലിംഗ് ഉണ്ടാവുമോ. കൗൺസിലിംഗ് തന്നപ്പോൾ ഇയാളുടെ കൂടെ അങ്ങ് ജീവിച്ചാലോ എന്ന് വരെ തോന്നിപ്പോയി. നിധി പറയും, അങ്ങനെ ഒരു ചിന്തയൊന്നും വേണ്ട, നമ്മൾ രണ്ടുപേരും രണ്ട് ധ്രുവത്തിലുള്ളവരാ, ഒരിക്കലും സെറ്റാവില്ല. ഹരീഷ് വർക്ക്ഷോപ്പിലെ എന്തോ ആലോചിച്ച് വിഷമത്തോടെ ഇരിക്കുകയാണ്. കൂടെ ജോലി ചെയ്യുന്നവരൊരു, എടാ ചന്തുവേ, നമ്മുടെ സാറ് കയ്യിൽ നിന്ന് പോയി എന്നാണ് തോന്നുന്നത്. അന്ന് നമ്മൾ ചായ കുടിക്കാൻ പോയ നേരം ഇവിടെ കാര്യമായിട്ട് എന്തോ സംഭവിച്ചിട്ടുണ്ട്. ആശാൻ്റെ പ്രേമത്തിൻ്റെ പ്ലഗ് അടിച്ച് പോയി എന്നാണ് തോന്നുന്നത്. ഹരീഷ് ഏട്ടാ, ഇത്രയ്ക്ക് വിഷമമുണ്ടെങ്കിൽ അങ്ങോട്ടൊരു മെസ്സേജ് അയച്ചൂടെ? ഹരീഷയ്ക്ക് എന്ത് വിഷമം? ആർക്ക് മെസ്സേജ്? അവർ പറയും, നിങ്ങളിരിക്കുന്നത് വേണ്ട ഞങ്ങൾക്ക് അറിഞ്ഞൂടെ. അവരോരോ തമാശകളൊക്കെ പറഞ്ഞിട്ട് ഹരീഷിനെ കൊണ്ട് മെസ്സേജ് അയക്കാൻ നിർബന്ധിക്കുകയാണ്. നീ ഇത് ഫോൺ എടുത്ത് നോക്കുമ്പോൾ ഹരീഷ് ഓൺലൈനിലുള്ളത് കാണും. നീ ഇത് മനസ്സ് പറയും, മിണ്ടണ്ട. ഹരീഷും ഫോണെടുത്ത് ടൈപ്പ് ചെയ്യാൻ നോക്കും. പിന്നെ പറയും, അല്ലെങ്കിൽ വേണ്ട. ഹരീഷ് ഫോൺ അവിടെ തന്നെ വെച്ചിട്ട് തിരികെ വന്നിരിക്കുകയാണ്. സുധീഷ് പണ്ട് സഹായിച്ച കോൺസ്റ്റബിളിനെ ഹോട്ടലിലേക്ക് വിളിച്ചു വരുത്താണ്. ചായ പറയട്ടെ എന്ന് ചോദിക്കുമ്പോൾ അയാൾ പറയും, 6 പൊറോട്ട ബീഫ് ഫ്രൈ, 3 പൊറോട്ട പാർസൽ ഭാര്യയ്ക്ക്. സുധിക്കും കുട്ടികൾക്ക് വേണ്ടതെന്ന് ചോദിക്കുമ്പോൾ അയാൾ പറയും, കുട്ടികൾ വീട്ടിലില്ല. സുധി പറയും, ഭാഗ്യം. സുധി ആ കോൺസ്റ്റബിളിനോട് നിധിയൊന്ന് ഫോൺ വിളിക്കാൻ നിർബന്ധിക്കുകയാണ്. വീട്ടിൽ സുഭാഷ് നികേഷിനോട് ചോദിക്കും, അവർ കോടതി പോയി വന്നിട്ട് ഒന്നും പറഞ്ഞില്ലേ? നിധിയോട് ഇതിനെപ്പറ്റി സുഭാഷ് ചോദിക്കുകയാണ്. നിധി അവിടുത്തെ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ നികേഷ് ചോദിക്കും, സുധീഷേട്ട ഓക്കെ ആയിരുന്നില്ലേ? അതെ, പക്ഷേ ഇങ്ങോട്ട് വന്നത് കണ്ടില്ല, അതുകൊണ്ട് ചോദിച്ചതാ. ഞങ്ങൾ പിരിയുമ്പോൾ സുധീഷ് ഓക്കെ ആയിരുന്നു, അതുകൊണ്ട് നീ ടെൻഷനൊന്നും ആവണ്ട. സുധീഷ് ആ പോലീസുകാരനെ കൊണ്ട് നിധിയെ വിളിപ്പിക്കുകയാണ്. നിധിയോട് കാര്യം ചോദിക്കുമ്പോൾ നിധി പറയും, നിങ്ങളിതെങ്ങനെ അറിഞ്ഞു? അത് കേൾക്കുമ്പോൾ പോലീസുകാരനാകെ ടെൻഷനാവും. സുധീഷ് പറയും, ഞാൻ പറഞ്ഞെന്ന് പറയല്ലേ. പോലീസുകാരൻ പറയും, അറിഞ്ഞതിലല്ലല്ലോ കാര്യം, അത് സത്യമാണോ അല്ലേന്നല്ലേ. പോലീസുകാരൻ ഇത് വീട്ടിൽ പറയുമെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തുകയാണ്. അത് കേൾക്കുമ്പോൾ നിധിക്കാകെ ടെൻഷനാവും. നിധിയോട് പറയും, ആ കേസൊക്കെ ഒഴിവാക്കി നല്ലപോലെ ജീവിക്കാൻ നോക്ക്. രണ്ടുപേരും കൂടി സംസാരിച്ച് ശരിയാക്കിയിട്ട് എന്നെ വിളിക്കണം, കേട്ടല്ലോ. ഇനിയും ഡിവോഴ്സ് എന്ന് പറഞ്ഞിങ്ങനെ പോകാനാണ് പരിപാടിയെങ്കിൽ ഞാനിങ്ങനെ വിളിക്കാൻ നിൽക്കില്ല. അതും പറഞ്ഞ് അയാൾ കോള് കട്ട് ചെയ്യണം. സുധീഷിനോട് പറയും, പറഞ്ഞ കാശ് പറഞ്ഞ ഡേറ്റിൽ വീട്ടിലെത്തിച്ചോണം, അല്ലെങ്കിൽ ഇതൊക്കെ മാറ്റി പറയാനും എനിക്ക് പറ്റും. പറഞ്ഞത് മനസ്സിലായോ? അതും പറഞ്ഞ് അയാൾ അവിടെ നിന്ന് പോവാണ്. നിധി ഇങ്ങനെ മനസ്സ് പറയും, ഇത്തരം കാര്യങ്ങളിൽ പോലീസ് ഇടപെടുന്നത് എന്തിനാ? നിധി ആകെ ടെൻഷനായിട്ട് ഇത് ആലോചിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്.